അമേരിക്ക സിറിയയിലും ഇറാഖിലും, അതായത് യമനിലും അറ്റാക്ക് നടത്തി കഴിഞ്ഞ 4 ദിവസം കൊണ്ട്. അപ്പോൾ ഈ അറ്റാക്ക് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേകതയുണ്ട്. യമനിൽ നടത്തിയിരിക്കുന്ന അറ്റാക്ക് അമേരിക്ക പറയുന്ന ഏകദേശം 16 ടാർജറ്റുകളായിരുന്നു. അതിൻ്റെ അകത്ത് UK എന്നുള്ള എയർഫോഴ്സിൻ്റെ ടൈഫൂൺ എന്ന് പറയുന്ന എയർക്രാഫ്റ്റും പങ്കെടുക്കുന്നുണ്ട്. ഐസനോവർ എന്ന് പറഞ്ഞ യുദ്ധക്കപ്പലിൽ നിന്നാണ് ഈ ഫ്ലൈറ്റുകൾ പൊങ്ങിയിരിക്കുന്നത്. പിന്നെ ടോം ഹോക്ക് മിസൈലും അറ്റാക്ക് ചെയ്തു. അതായത് ഹൂത്തികൾ മണ്ണിൻ്റെ അടിയിൽ വളരെ ഡീപ്പായിട്ട് കുഴിച്ചിട്ടിരുന്ന, അതായത് ടണലെടുത്ത് കുഴിച്ചിട്ടിരുന്ന വെപ്പൺസിനെയാണ് അറ്റാക്ക് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ അമേരിക്ക അവിടെ അറ്റാക്ക് നടത്തിയപ്പോൾ അവർ പല ബോംബുകളിട്ടു. അപ്പോൾ ഈ ബോംബുകളിൽ നിന്നും വരുന്ന ഈ ഏതൊക്കെ പ്രദേശത്ത് ബോംബിട്ടു, അതായത് ഈ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് ഹൂത്തികൾ വെപ്പൺസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭൂമിയുടെ അകത്ത് അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് ബോംബുകൾ ബ്ലാസ്റ്റ് ചെയ്തിട്ട്, അപ്പം അവിടെ നിന്നും വരുന്ന പുക, ആ പുക ക്യാപ്ചർ ചെയ്തിട്ട് ഡ്രോണിൽ കൂടെ ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടാണ് അവർ ഡിറ്റക്റ്റ് ചെയ്തേക്കുന്നത് എവിടൊക്കെ ഭാഗത്താണ് ഹൂത്തികൾ ഈ വെപ്പൺസ് ഡീപ്പായിട്ട് മണ്ണിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്നത്. അവിടെയാണ് അമേരിക്ക ഈ പറഞ്ഞ ആദ്യം ബോംബ് ചെയ്യുമ്പോൾ അത് ഡ്രില്ല് ചെയ്ത് ഏകദേശം അകത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് ബ്ലാസ്റ്റ് ചെയ്യും. ഈ രീതിയിലുള്ള ബോംബുകളാണ് ഉപയോഗിച്ചത്. ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റാണ്. എങ്ങനെയാണ് ഇപ്രാവശ്യം ഹൂത്തികളെ അറ്റാക്ക് ചെയ്തത്, അതായത് ഹൂത്തികളുടെ സ്ട്രാറ്റജിക് പോയിന്റ് മാത്രമല്ല, അവരുടെ വെപ്പൺ സ്റ്റോറേജിൻ്റെ പല സിസ്റ്റം, അതിൻ്റെ പല പാർട്ടുകളിലായിട്ടാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. പിന്നെ അമേരിക്കൻ ഭടന്മാരായ 3 പേര് കൊല്ലപ്പെടുന്നു. ഏകദേശം 30ഓളം പേര് സീരിയസ്ലി ഇഞ്ചേർഡ് ആകുന്നു. ജോർദാനിലുള്ള ടവർ 22 ആയിട്ട് ബേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ലോയിഡ് ഹോസ്റ്റനും അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറിയും അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പോയപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു പണിഷ് ചെയ്യും. അതായത് ഇറാൻ്റെ പ്രോക്സീസിനെ ഞങ്ങൾ പൊക്കും. പിന്നെ അമേരിക്കയിലും വളരെ പ്രഷറാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയും ഇറാഖുമായിട്ട് അറ്റാക്ക് നടക്കണം, ഇറാഖിനെ അറ്റാക്ക് ചെയ്യണം. ഇവിടെയൊക്കെ അമേരിക്കയുടെ ഒരു തന്ത്രപരമായ പല പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പം ഇറാൻ്റെ ആദ്യം പ്രോക്സീസിനെ മുഴുവനും നശിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് സിറിയയിലും ഇറാഖിലും 80ഓളം ടാർജറ്റുകളാണ് അമേരിക്ക ബോംബ് ചെയ്തത്. ഈ ബോംബ് ചെയ്യാൻ വേണ്ടി എയർക്രാഫ്റ്റ് വരുന്നത് അമേരിക്കയിൽ നിന്ന് ഏകദേശം ഫ്ലൈ ചെയ്ത് ഏകദേശം 12,000 കിലോമീറ്റർ അമേരിക്കയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വന്നിട്ടാണ് ഇവിടെ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. എത്ര പേര് കൊല്ലപ്പെട്ടു എന്നതിനെപ്പറ്റി ഏകദേശ കണക്ക് മാത്രമേ സിറിയ പറയുന്നുള്ളൂ. ഏകദേശം 18ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. ഇതുമായിട്ട് പറ്റി ഇറാൻ്റെ പ്രോക്സി ആയിട്ടുള്ള ഓഫീസേഴ്സും അവരുടെ പട്ടാളത്തിൻ്റെ ഓഫീസേഴ്സും അതേപോലെ തന്നെ ഇതേപോലെ മിലിഷ്യ ഗ്രൂപ്പിലെ അംഗങ്ങളുമാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നു. യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. ഇതേസമയം ഇസ്രായേലിൻ്റെ പ്രസ്താവന ഇന്നലത്തെ കുറച്ചും കൂടെ കടുത്ത രീതിയിലാണ്. അവർ പറയുന്നത് കഴിഞ്ഞ 2 മാസം കൊണ്ട് ഏകദേശം 3800ഓളം ഹിസ്ബുള്ളയുടെയും ലെബനൻ്റെയും ടാർജറ്റിനെയാണ് ഇസ്രായേലി എയർഫോഴ്സും ഡിഫൻസ് ഫോഴ്സും ടാർജറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ള വളരെ സൈലൻ്റായിട്ടിരിക്കുന്നത്. കാരണം 3800 ടാർജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ യാതൊരു അനക്കവും ഇല്ലാത്തത്. അവർ ഏകദേശം 40 കിലോമീറ്ററോളം ദൂരെ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് അവർ പുറകോട്ട് മാറി. അതായത് ഹിസ്ബുള്ളയ്ക്ക് താല്പര്യമില്ല ഇസ്രായേലുമായിട്ടൊരു വാർ ഉണ്ടാകുവാൻ. പക്ഷേ ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരുടെ അടുത്ത ടാർജറ്റ് ലെബനനായിരിക്കും, ഹിസ്ബുള്ള ആയിരിക്കും. അത് എവിടം വരെ കയറിപ്പോകുന്നു ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർ പറയുന്നത്. ഇനി ഇറാൻ്റെ ഭാഗത്തോട്ട് നോക്കാം. ഇറാൻ ഇപ്പം എന്താണ് ചെയ്തത്? പൂർണ്ണമായിട്ടും ഇറാൻ സൈലൻ്റായി. ഇറാൻ ഈ പറയുന്ന മുഴുവൻ പ്രോക്സീസ്, അതായത് ഹിസ്ബുള്ളയെ തള്ളിപ്പറയുന്നു,
ഹൂത്തിയെ തള്ളി പറയുന്നു. ഇറാഖിലും സിറിയയിലുള്ള പ്രോക്സീസ് ഉണ്ട്, മറ്റു പല ഇസ്ലാമിക ജിഹാദി സംഘടനകൾ, അവരെ തള്ളി പറയുന്നു. അതായത് ഇറാന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ് അവൻ്റെ മേളിൽ ഏത് സമയത്തും ബോംബിടും. കാരണം അവൻ്റെ മുഴുവൻ ഈ പ്രോക്സീസിനെ വെച്ചാണ് ഇറാൻ കളിച്ചുകൊണ്ടിരുന്നത്. അതായത് എന്ന് മുതൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് ട്രൂപ്പുകൾ വിഡ്രോ ചെയ്യുന്ന അന്ന് മുതലാണ് ഈ പ്രോക്സീസ് സ്ട്രോങ് ആവുന്നത്. അപ്പോൾ അവർക്കെതിരെയുള്ള അറ്റാക്കാണ് അമേരിക്ക നിരന്തരം തുടരുന്നത്. അത് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് അമേരിക്ക നിരന്തരം അറ്റാക്ക് ചെയ്യുകയാണ്. ഹൂത്തികളാണെങ്കിലും ഇറാഖിലുള്ള പ്രോക്സീസ് ആണെങ്കിലും സിറിയയിലുള്ള പ്രോക്സീസ് ആണെങ്കിലും ലെബനിലുള്ള പ്രോക്സീസ് സ്ഥിരം അറ്റാക്ക് ചെയ്യുകയാണ്. ഇനി മറ്റൊരു കാര്യം, വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അമേരിക്ക ഇന്ന് ഈ സിറിയയിലും ജോർദാൻ്റെ ഭാഗത്ത് നടത്തിയ ഓപ്പറേഷനിൽ ജോർദാൻ്റെ F-16 എയർക്രാഫ്റ്റും പങ്കെടുത്തു. ജോർദാൻ ഗവൺമെൻറ് അത് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ യുദ്ധത്തിന് മറ്റൊരു ഡയമെൻഷൻ വരികയാണ്. അമേരിക്കയുടെ ഒപ്പം ചേർന്ന് ജോർദാനും ഈ പറയുന്ന ഈ ഹൂത്തികളാണെങ്കിലും അതേപോലെ ഇറാനിയൻ മിലിഷ്യയുമായിട്ട് യുദ്ധത്തിന് പങ്കെടുക്കുന്നു. അതിൻ്റെ ഡയമെൻഷൻ മാറി. അപ്പം ഇതിനെപ്പറ്റി ഒരു വിശദീകരണം തരാൻ പോലും ജോർദാൻ തയ്യാറായിട്ടില്ല. അപ്പം അതിൻ്റെ കാരണം ജോർദാനും ഈ വാറിൽ പങ്കെടുക്കുന്നു. അതായത് ഇപ്പോൾ ഏകദേശം 11ഓളം രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ വാറുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, മിനിമം 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ ഈ മിലീഷ്യ, അതായത് ഇറാനിയൻ പ്രോക്സീസിനെ മുഴുവനും ഒതുക്കും. ഇതേ സമയം തന്നെ ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഗാസ പിടിച്ചെടുക്കുന്നു. പൂർണ്ണമായിട്ടും ഗാസ പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ വാക്കിൻ്റെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, സാനിറ്റൈസ്ഡ്. ഇപ്പം നടക്കുന്ന അവരുടെ യുദ്ധമുഖം എന്ന് പറയുന്നത് ഈജിപ്റ്റുമായിട്ട് ചേർന്നാണ്. ഈജിപ്തിൻ്റെ ഭാഗത്ത് റഫ, ആ സിറ്റിയുമായിട്ട് ചേർന്നാണ് ഇപ്പോഴത്തെ വാർ നടക്കുന്നത്. അവിടെയാണ് ഈ ഹോസ്റ്റേജസിനെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും വരുന്നു. അതിൻ്റെ പേരിലാണ് ഇസ്രായേലിന് ആ ഹോസ്റ്റേജസ് കൊല്ലപ്പെടരുത്, അതുകൊണ്ട് നെഗോസിയേഷൻ നടത്തി അവരെ റിലീസ് ചെയ്യണം. അതിൻ്റെ പേരിലാണ് ഈ പാരീസ് സംഭാഷണമാണെങ്കിലും ട്രൂസും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു പോസിറ്റീവായിട്ടാണ് ഹമാസിൻ്റെ നേതാവ് ഈജിപ്തിൽ കൊടുത്തിരിക്കുന്ന റെസ്പോൺസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് പറയാം, ഹമാസ് എന്തിനു വേണ്ടി ഈ വാർ തുടങ്ങി, അവരൊന്നും നേടിയില്ല, അവർക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അവരുടെ ആ രാജ്യം അവരുടെ കയ്യിൽ നിന്നും പോയി. ഏകദേശം 28,000 പേര് കൊല്ലപ്പെടുന്നു. അതായത് ഇനി ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ അവിടെ ഇവിടേക്ക് എന്തൊക്കെ ചെയ്തു, അവരും പൂർണ്ണമായിട്ടും സൈലൻ്റായി. ഹിസ്ബുള്ള പൂർണ്ണമായിട്ട് അകത്തോട്ട് പോയി. ഇപ്പോൾ ഹൂത്തികളാണ് അവിടെ ഇവിടെയൊക്കെ ഓരോ മിസൈൽ അയക്കുന്നത്. അതിനെയാണ് ഇപ്പം ബ്രിട്ടനും അമേരിക്കയും കയറി ഏറ്റിരിക്കുന്നത്. ഇതാണ് ഞാൻ ഈ ഒക്ടോബർ 7 കഴിഞ്ഞപ്പോൾ ഈ വാർ തുടങ്ങുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ പറയുന്ന പൊട്ടന്മാർക്ക് അറിയത്തില്ല അമേരിക്കൻ ഫോഴ്സുമായിട്ട് കയറി ഇടപെടുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഇസ്രായേൽ എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ ഫോഴ്സാണ്. അവർ രണ്ടും കൽപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം കഴിയുന്ന 2 ദിവസം മുമ്പ് ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ ഈ പറയുന്ന റാഫായി പോയിരുന്നു. അതായത് ഈ വാർ നടക്കുന്ന, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ നടക്കുന്ന വാർ നടക്കുന്ന ഭാഗത്ത് പോയിട്ടാണ് അവിടുത്തെ പട്ടാളക്കാരുമായിട്ട് സംസാരിക്കുന്നത്. ഇനി പാലസ്തീൻകാരുടെ ഈ മരണത്തിൻ്റെ സംഖ്യ കൂടി മേപ്പോട്ട് പോവുകയാണ്. ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. ആലോചിച്ച് നോക്കുക. നേരത്തെ ഇടയ്ക്ക് യുണൈറ്റഡ് നേഷൻ ഓരോ കമൻറ്റുകൾ പറയുമായിരുന്നു, ഇപ്പം അവരും പറയുന്നില്ല. ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് മെഡിസിൻ കൊടുക്കണം, ഫുഡ് കൊടുക്കണം പറയുമായിരുന്നു, അതും പറയുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അതായത് യുണൈറ്റഡ് നേഷനിലുള്ള ഏകദേശം 18ഓളം ജോലിക്കാരാണ് ഒക്ടോബർ 7 ഇസ്രായേലിൽ പോയി ഭീകരമായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലാനും റേപ്പ് നടത്താനും ഒക്കെ മുമ്പിൽ നിന്ന് അവരുടെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നു. ഇത് ലോകം കണ്ടപ്പോഴാണ് പലരും ഇവർക്ക് കൊടുക്കേണ്ട സാങ്ഷൻ, ഇവർക്ക് കൊടുക്കേണ്ട പലതും അത് ഫ്രീസ് ചെയ്തത്.
ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഇൻട്രീം ഓർഡർ ഇസ്രായേലിനെതിരായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന വാർത്തകൾ, അതായത് യുണൈറ്റഡ് നേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരവിടെ ഇസ്രായേൽ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ, അതിക്രൂരത, അത് ഏറ്റവും വലിയ പ്രശ്നമായി ലോകത്ത് മാറി. അതോടുകൂടിയാണ് ഈ ഗാസയാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഈ പാലസ്തീൻ വിഷയത്തിൽ ലോകം കംപ്ലീറ്റ് അങ്ങ് സൈലൻ്റ് ആയിട്ടങ്ങ് മാറി. അപ്പം അതിനെപ്പറ്റി പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ യൂറോപ്യൻ യൂണിയൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വളരെ സീരിയസ് ആയിട്ടാണ് അവരെടുക്കുന്നത്. അതായത് ലോകം മുഴുവനും ഗാസയും പാലസ്തീനും തള്ളിക്കളഞ്ഞു. ഇറാൻ കംപ്ലീറ്റ് സൈഡ് ലൈനായിപ്പോയി. ഈ ഹിസ്ബുള്ളയുടെ കാര്യം ആർക്കും വേണ്ടാത്ത രീതിയിൽ അവർ തന്നെ സൈലൻ്റ് ആയിട്ടങ്ങ് പോയി. ഇതാണ് ഇപ്പോഴുണ്ടായേക്കുന്നത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇസ്രായേൽ ഹമാസ്, അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്.